ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ടു ഡു ഒക്കെ എഴുതി വെച്ച് ഇന്നത്തെ പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി എനിക്ക് അവിടെ ഞാൻ പഠിക്കാൻ പോകുന്നിടത്ത് ക്ലാസ് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എനിക്ക്. ഞാൻ ഓൾറെഡി പഠിച്ചതൊക്കെയാണ്. അതുകൊണ്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും പിന്നെ ഞാൻ റാങ്ക് ഫയലും കൂടെ നോക്കി. അപ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നോട്ട് ചെയ്ത് നമ്മുടെ നോട്ടിൽ ഓൾറെഡി ഉള്ള ക്ലാസ് നോട്ട്സിലുള്ള കാര്യങ്ങളും കൂടി നല്ല രീതിക്കൊന്ന് പഠിച്ചു. ഞാൻ പകുതിയെ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പകുതി പഠിച്ചിട്ട് നിർത്തി. അപ്പോഴത്തേക്കും എനിക്കൊന്ന് ബോറടിച്ചു. ഞാൻ മെല്ലെ 8 മണിക്കാണ് തുടങ്ങിയത്. ഇന്നത്തെ ദിവസം രാവിലെ അത്ര മൂഡൊന്നും ഇല്ലായിരുന്നു പഠിക്കാനായിട്ടൊന്നും. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പഠിച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൂഡില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഇരുന്നൊന്നും പഠിച്ചിട്ട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഒരു മടി പോലെ തോന്നി കേട്ടോ. അങ്ങനെ എണീറ്റ് നടന്നും ഓടിയും ഒക്കെ ആയിട്ട് പഠിത്തമായി കേട്ടോ. പിന്നെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എവിടെയെങ്കിലും നോക്കി എന്തിനും ഇങ്ങനെ പഠിപ്പിക്കുക. ആ ഒരു രീതി നമ്മളെ കുറച്ചുകൂടി മൈൻഡിൽ കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ ചുമരിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ചുമരിന്. അത് നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ഒരു ടെക്നിക്കായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ആദ്യമൊന്നും അങ്ങനെ നോക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉറക്കെ വായിച്ച് പഠിക്കുമ്പോൾ അത് കുറേ കൂടി നമ്മുടെ മൈൻഡിൽ നിൽക്കും. അല്ലാതെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ മുമ്പൊക്കെ ഈ കോളേജിലൊക്കെ ടോപ്പിക്സ് പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ ഉള്ളിൽ വായിച്ച് പഠിക്കുമായിരുന്നു കേട്ടോ. അതൊരു വലിയ മണ്ടത്തരമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഉറക്കെ തന്നെ വായിച്ച് പഠിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പകുതി ഒരു നമ്മുടെ റാങ്ക് ഫയലും അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സും ഒക്കെ ഒന്ന് പകുതി കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ പിന്നെ പത്രം വായിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ പത്രമൊക്കെ വായിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നല്ല മടിയുണ്ടായിരുന്നു. പത്രം എടുത്ത് നോക്കാൻ തന്നെ മടിയായിരുന്നു കേട്ടോ. ഒരു 2-3 ദിവസമായിട്ട് പത്രമൊന്നും അങ്ങോട്ട് വായിക്കത്തുമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പത്രമൊക്കെ എടുത്തു വായിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യമുള്ള ആദ്യം ഞാൻ പത്രം വായിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ട ന്യൂസസ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യും. എന്നിട്ടാണ് ഞാൻ വായിക്കാറ്. അല്ലാതെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ നോക്കി ഓരോന്ന് വായിച്ച് അങ്ങനെയല്ല ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്ത് വെച്ചിട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം തീരുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ. ആൻഡ് അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞിട്ട് ടിക്ക് ചെയ്ത് വെച്ച ശേഷം ഞാൻ വായിച്ച് നമുക്ക് UPSCക്ക് വേണ്ട നോട്ടും പ്രിപ്പയർ ചെയ്തു. നമ്മുടെ കേരള PSCക്ക് വേണ്ട നോട്ടും പ്രിപ്പയർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എല്ലാ ദിവസത്തെയും പോലെ ഒരു ക്വസ്റ്റ്യൻ ആയാലോ ഇന്ന് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ. അപ്പോൾ ഇന്നൊരു കറണ്ട് അഫെയർ ആണ് കേട്ടോ. നമ്മുടെ 2024 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ. അറിയാത്തുള്ളവർ അറിയാൻ പാടില്ലാത്തവർ അത് കണ്ട് പഠിക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ പത്രം ഫുള്ള് നല്ല രീതിക്ക് വായിച്ച് 2 നോട്ട്സും സെപ്പറേറ്റായിട്ട് പ്രിപ്പയർ ചെയ്തു കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. UPSCയുടേത് പേപ്പറിലും നമ്മുടെ കേരള PSCക്കുള്ളത് ഒരു ബുക്കിലുമാണ് എഴുതി വയ്ക്കാറ്. പിന്നെ കേരള PSCയുടെ ഞാൻ ന്യൂസ് പേപ്പർ ഇത് മാത്രമല്ല നോക്കുന്നത്. നമ്മുടെ ടെലഗ്രാമിൽ പത്രവാർത്തയ്ക്ക് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ. ആ ചാനലും കൂടെ നോക്കും. ആ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളുടെയും എല്ലാ മലയാള പത്രങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫെയർസ് ഇങ്ങനെ അവർ ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഇങ്ങനെ അതിലിട്ടേക്കും കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ അതും നോക്കി ന്യൂസ് പേപ്പറിലുള്ളതും കൂടെ നോക്കിയിട്ട് നല്ല അടിപൊളി പക്കയായിട്ട് എഴുതി ഞാൻ വെച്ചു. കുറേ ദിവസം വായിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ വായിച്ചു കേട്ടോ. അതിനുശേഷം നേരത്തത്തേൻ്റെ ബാക്കി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയില്ലേ അതിൻ്റെ ബാക്കി പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ പത്രമൊക്കെ വായിച്ചിട്ട് വന്നപ്പോഴേ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കൊന്ന് എണീറ്റൊക്കെ പോയിട്ടാണ് വന്നിരുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷായിട്ടിരുന്നപ്പോൾ പഠിച്ചു. എന്നാലും നല്ല മടിയുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഒട്ടും അങ്ങോട്ട് പഠിക്കാനുള്ളൊരു മൂഡില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ പീരീഡ്സ് ഡേറ്റായി. സോ അതിൻ്റെ ഒരു മൂഡ് സ്വിങ്സ് ആണെന്ന് തോന്നുന്നു. ബോഡിയും മനസ്സും ഒന്നും അങ്ങോട്ട് എന്നെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാൻ പഠിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. സോ നല്ല രീതിക്ക് ആ ടോപ്പിക്ക് ഫുള്ള് പഠിച്ചു കേട്ടോ. നോട്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് എനിക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒന്നും നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. എന്നാലും ഞാൻ നമ്മുടെ റാങ്ക് ഫയലും കൂടെ നോക്കി. അതിൽ നിന്ന് എക്സ്ട്രാ കുറച്ച് പോയിൻറ്റ്സ് കൂടെ കിട്ടി. അപ്പോഴത്തേക്കും ഞാൻ 3 hours പഠിച്ചിട്ടുണ്ടായിരുന്നു. 2:45 ആയി.
പിന്നെ ഞാൻ ഒന്ന് പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെയാണ് വന്ന് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. വീണ്ടും പഠിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഒരു 4:15 ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കറണ്ട് അഫെയർസാണ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. ഇന്ന് പഠിക്കേണ്ടത് ഡിസംബർ 2024 കറണ്ട് അഫെയർസാണ് പഠിക്കാനുണ്ടായിരുന്നത്, അതിൻ്റെ സെക്കൻഡ് വീക്ക്. അങ്ങനെ അതും പഠിച്ച് അതാദ്യം നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്തെടുത്ത ശേഷം ഒരു കട്ടനൊക്കെ ആയിട്ട് അത് നല്ല രീതിക്ക് പഠിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫെയർസ് കൂടി എഴുതി വെച്ച് അതും നല്ല രീതിക്ക് പഠിച്ചു. എനിക്ക് കറണ്ട് അഫെയർസ് അത്ര പഠിക്കാൻ സീനില്ല കേട്ടോ. അത്യാവശ്യം എൻ്റെ മൈൻഡിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമില്ലാത്തതിനാണ്. എന്ന് വെച്ചാൽ അന്നങ്ങ് പഠിച്ചു പോയാൽ പ്രശ്നമില്ല. എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവാറുണ്ട്. സോ അങ്ങനെ അത് അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ നല്ല രീതിക്ക് പഠിച്ച് സെറ്റപ്പാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇരുന്നത്. അത് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത് എനിക്ക് നെക്സ്റ്റ് മൺഡേ എക്സാമിനുള്ള ടോപ്പിക്കാണ്. എക്സാമിനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ക്ലാസ് നോട്ട്സിൻ്റെ എക്സാമാണ്. അപ്പോൾ നവംബറിൽ പഠിപ്പിച്ച കുറച്ച് മലയാള സാഹിത്യം ഉണ്ടായിരുന്നു. അതിലെ പോർഷൻസാണ് നോക്കിയത്. കുറച്ച് നാടകങ്ങൾ, നോവൽസ്, പിന്നെ കുറച്ച് കഥാകാരന്മാരുടെ ബുക്സ്, പിന്നെ കുറച്ച് ഗ്രാമർ, വാക്യങ്ങളുടെ ആ ഒരു ഭാഗം, കുറച്ച് ഗ്രാമർ, അതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ ഇംഗ്ലീഷ് ടോപ്പിക്ക് ടെൻസസിൻ്റെ ടോപ്പിക്കായിരുന്നു. ആ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമർ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്താ പറയുക, ഒട്ടും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഗ്രാമർ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. ഭയങ്കര പാടാണ് എനിക്ക് ഗ്രാമർ. ഈ ടെൻസസ് തന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പോലും എനിക്കതങ്ങനെ മൈൻഡിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എടുത്ത് വായിച്ച് ഇങ്ങനെ കുറേ തവണ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് എടുത്തപ്പോഴാണ് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ബുദ്ധിയിലോട്ടൊന്ന് വന്നത്. അങ്ങനെ അത് കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു. ഫുള്ള് ടെൻസസ് പഠിച്ചിട്ടില്ല. ഫസ്റ്റത്തെ നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. കാരണം എല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം കിളി പോവും. അതുകൊണ്ട് അത്രയും പഠിച്ച് അതിൻ്റെ നോട്ട്സ് കൂടി ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്നത്തെ ഏറ്റവും ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൺഡേ വരുന്ന എക്സാമിനുള്ള ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മലയാളം പഠിച്ചപ്പോൾ അതിലെണ്ണുള്ള ടോപ്പിക്കാണ് ഈ മാത്സ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ഏറ്റവും ലാസ്റ്റ് മാത്സ് വെച്ചത് എനിക്ക് നൈറ്റ് മാത്സ് പഠിക്കുമ്പം പെട്ടെന്ന് ഉറക്കം വരത്തില്ല. ഇങ്ങനെ എഴുതി നമ്മൾ ചെയ്യുന്നതും ആയതുകൊണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും ലാസ്റ്റ് മാത്സ് പഠിച്ചു. ആൻഡ് ഇത്രയൊക്കെയാണ് ഇന്ന് പഠിച്ചത്. ആൻഡ് ഇന്ന് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഒരെണ്ണം മാത്രമാണ് ബാക്കി വെച്ചത്. ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു 12 മണി വരെയൊക്കെ പഠിച്ചു. 8 hours ഞാൻ പഠിച്ചു. അത് കണ്ടപ്പോൾ തന്നെ വലിയൊരു സന്തോഷമായി ഗൈസ്. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.